നമസ്കാരം, എഡിറ്റർ ലൈവ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. സെലിബ്രേറ്റിംഗ് 50 years. മജസ്റ്റിക് ജുവല്ലേഴ്സ്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരുമായി പോവുകയായിരുന്ന ബസ് പൈപ്പിടാൻ കയറിയ ചാലിൽ കുടുങ്ങി അപകടം. വെട്ടം പരിയാപുരത്ത് ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടാനായി കയറിയ ചാലാണ് അപകടക്കെണിയായത്. തിരൂരിൽ നിന്ന് വന്ന ഫാത്തിമ നുഹ ബസ് പരിയാപുരം വെട്ടം റൂട്ടിലാണ് അപകടത്തിൽപ്പെട്ടത്. തിങ്കളാഴ്ച രാവിലെ 9:30യോടെയായിരുന്നു സംഭവം. എതിരെ വന്ന വാഹനത്തിന് സൈഡ് കൊടുക്കുന്നതിനിടെ റോഡരികിലെ ചാലിൽ താഴുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു. തിരൂരിൽ വെട്ടത്തിലുള്ള വണ്ടി എല്ലാ വണ്ടിയും നിർത്തിച്ചിരിക്കുന്നത്. ഞാൻ മുന്നോട്ട് പോയില്ലത്, ഈ കൊല്ലം മുന്നോട്ട് പോയില്ല. ഇത് ഇവിടെ കഴിഞ്ഞാൽ അപ്പുറം താവുകയാണ്, ഇത് മൊത്തം താവുകയാണ്, ചീർപ്പ് വരെ താവുകയാണ്. ഞങ്ങളിങ്ങനെ കൊണ്ടുപോയിട്ടുള്ള കാര്യം ഇത് ഇവരെ JCB വിളിച്ചാൽ തന്നെ ഇവർ പൈസ വാങ്ങണം. ഇവരെ JCB വരാതെ തന്നെ 1500 രൂപ ഇത് വലിക്കാൻ വേണ്ടി ചോദിക്കണേ. പിന്നെ എന്തെങ്കിലും കാര്യമുള്ളത് ഇവർ ചെയ്തൊക്കെ വരുന്ന കാര്യം അത് എന്തായാലും ഞങ്ങൾ വണ്ടി ഇവിടെ പൈസ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. അതാണിത്. അത് മാത്രമല്ല, ഈ മാന്യ മണ്ണ് ഇവർ കൊണ്ടുപോവാണ്. ഇവിടെ മണ്ണിടൂല, ഇവർ ലാസറ്റിട്ട് ബാക്കി മണ്ണ് ഇവർ കൊണ്ടുപോവാണ്, വേറെ വണ്ടിക്ക് കയറ്റി ഇവിടുന്ന് കൊണ്ടുപോവാണ്. അപ്പൊ എന്തെങ്കിലും കാര്യമുള്ളത് എത്ര പ്രദേശമുണ്ട് ഇവിടെ? താന്ന പ്രദേശം, ഒരു താന്ന പ്രദേശം ഇവര് ശേഷം മണ്ണിട്ട് പൊന്തിക്കാൻ ശ്രമിക്കുന്നില്ല. ഈ മണ്ണ് ഇവര് കൊണ്ടുപോവുക ഇവിടെ നിർത്തിട്ട്. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഒട്ടേറെ യാത്രക്കാർ ബസ്സിലുണ്ടായിരുന്നു. അപകടത്തെ തുടർന്ന് റൂട്ടിൽ ബസ് ഗതാഗതം സ്തംഭിച്ചിരിക്കുകയാണ്. അശാസ്ത്രീയമായ ചാൽക്കീറൽ മൂലം ദുരിതത്തിലായിരിക്കുകയാണ് തങ്ങളെന്ന് ബസ് ജീവനക്കാർ പറയുന്നു. ചാലിൽ കുടുങ്ങിയ ബസ് ഉയർത്താനുള്ള ചെലവും നഷ്ടവും ചാൽക്കീറിയ കരാറുകാരൻ വഹിക്കണമെന്നാണ് ബസ് തൊഴിലാളികളുടെ ആവശ്യം. ഇത്തരം സംഭവം മൂലം ഒരു ദിവസത്തെ മുഴുവൻ സർവീസും അലങ്കോലമാകുന്ന സാഹചര്യമാണുള്ളതെന്നും ജീവനക്കാർ പറയുന്നു. വാട്ടർ അതോറിറ്റിന്റെ ഈ വർക്ക് തുടങ്ങിയതിന് ശേഷം ഇവർ ഒരു വർഷത്തോളമായി ഈ റൂട്ടിൽ ഇത്തരം പ്രവൃത്തി ചെയ്യണം. ഇവര് കീറിയിട്ടുകൊണ്ട് ഇവരാണ്ട് പോകും, പോയി മണ്ണ് പോലും ഇടാതെ പോവുക. ഈ റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് ടൈമിന് ഓടിയെത്തേണ്ട സാധനമാണ്. ഞങ്ങൾക്കിത് സർക്കാർ തന്നൊരു ടൈമുണ്ട്, ആ ടൈമിനുള്ളിൽ ഞങ്ങൾ ഈ ബസ് ഓടിയെത്തിക്കണം. അപ്പോൾ ഇവരിങ്ങനെ പൊളിച്ചിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കിത് സർവീസ് നടത്താൻ അവിടെ കഴിയില്ല. ഇതെന്താ വെച്ചാൽ ഇത് എല്ലാ നിയമമുണ്ട്, എല്ലാ ഭാഗത്തും ഓരോ കരാറുകൾ ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെതായ മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങളിൽ ഒന്നും ഇവർ പാലിക്കണില്ല. ഇത് ആരാണോ അതിൻ്റെ കോൺട്രാക്ട് എടുത്തിരിക്കുന്നത് വെച്ചാൽ ആ കോൺട്രാക്ട് എടുത്ത ആൾക്കാർ ഞങ്ങൾക്ക് ഈ വരുന്ന നഷ്ടങ്ങൾ വഹിച്ചു തരണം. അല്ലാത്തോളം ഞങ്ങൾക്ക് ഇത് സർവീസ് നടത്താൻ കഴിയില്ല. ഇവരിങ്ങനെ കീറിയിട്ടിങ്ങാ പോവുക, മണ്ണ് പോലും ഇടാതെ പോവുക. എന്നിട്ട് ഞങ്ങളത് ദുരിതപ്പെടാൻ ഞങ്ങൾ അനുഭവിക്കുക. ഞങ്ങൾ ഒരു 10ാമത്തെ പ്രാവശ്യം എളുപ്പത് വണ്ടി ഇങ്ങനെ താഴുന്നത്. ഇതിൽ വരുന്ന അപകടങ്ങളും കാര്യങ്ങളും വിഷയങ്ങളും മുഴുവൻ ഞങ്ങൾ പരിഹരിക്കും. ഇന്നത്തെ ഞങ്ങൾ ഫുള്ള് ട്രിപ്പ് കട്ടായിപ്പോൾ ഒരു വണ്ടിയിലല്ല, എല്ലാ വണ്ടിയും. അതോടൊപ്പം ജനങ്ങളാകെ യാത്ര ദുരിതത്തിൽ ജനങ്ങളുമായി. ഈ റോഡിൽ 2 ഭാഗത്തും ചാൽ കീറിയിട്ടുണ്ട്. മണ്ണിട്ട് മൂടിയ ശേഷം ടാർ ചെയ്യാത്തതാണ് അപകടങ്ങൾക്ക് കാരണമാകുന്നത്. മഴ പെയ്തതോടെ ചാലുകൾ ചളിക്കളമായിട്ടുണ്ട്. ബസ്സുകളും മറ്റ് വലിയ വാഹനങ്ങളും ചാലിൽ കുടുങ്ങുന്നത് പതിവ് കാഴ്ചയാണ്. 2 ഭാഗത്തും ചാലുള്ളത് ദുരിതം ഇരട്ടിയാക്കുന്നു. കാൽനടയാത്രയും ദുഷ്കരമാണ്. ശാശ്വത പരിഹാരമുണ്ടായില്ലെങ്കിൽ ബസ്സുകൾ അനിശ്ചിതകാലത്തേക്ക് സർവീസ് നിർത്തിവെക്കുന്നതുൾപ്പെടെയുള്ള സമരങ്ങളിലേക്ക് കടക്കുമെന്ന് PP മജീദ് പറഞ്ഞു. തിരൂർ താലൂക്ക് ബസ് ഓണേഴ്സിന്റെ പ്രസിഡന്റ് നമുക്ക് പറയാനുള്ളത്, തൊഴിലാളികൾ നിരന്തരം ദിവസം രാവിലെ വൈകുന്നേരം ഒരു മഴ ചാറിക്കഴിഞ്ഞാൽ ഞങ്ങളെ വിളിച്ച് പരാതി പറയുന്ന ആ അടിസ്ഥാനത്തിൽ നമ്മൾ AN PWDയിലൊക്കെ പോയി പറഞ്ഞാൽ അവർ ഇപ്പോൾ ശരിയാക്കി തരാം, അല്ലെങ്കിൽ ഞങ്ങൾ ആ ഭാഗത്ത് ഇപ്പോൾ ശരിയാക്കിയിട്ടുണ്ട് എന്ന് പറയുന്നത് തുടങ്ങിയ മാസങ്ങളോളമായി. ഇപ്പോൾ നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ഇന്നലത്തൊക്കെ മാധ്യമ പേപ്പർ എടുത്ത് നോക്കി അറിയാം, പഞ്ചായത്ത് പ്രസിഡന്റുമാർ, ബ്ലോക്ക് പ്രസിഡന്റൊക്കെ പറയണത് ഞങ്ങളറിയാതാണ് റോഡ് വെട്ടിപ്പൊളിക്കുന്നതെന്നാണ്. പിന്നെ ഇത് ആരെ അനുവാദം കൊടുത്തിട്ടാണ് ഈ റോഡ് പൊളിക്കുന്നത്? ഇതാണ് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. ഒരു തിരൂർ താലൂക്ക് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ അഭിമുഖം നമ്മൾ ഇന്നലെ പേപ്പറിൽ കണ്ട്, വെട്ടം തുപ്പറംകോട് പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ കണ്ട് ഞങ്ങൾ അനുമതി ഇല്ലാതാണ് വിളിക്കുന്നത്. അപ്പോൾ ആരാണ് ഇവർക്ക് ഇത് വെട്ടിപ്പൊളിക്കാനുള്ള അനുമതി കൊടുത്തിട്ടുള്ളത്? ഈ അനുമതി കൊടുക്കുന്ന ആളുകൾ തന്നെ അത് ശരിയാക്കാനുള്ള മുന്നോട്ട് വരണം. ഈ ബസ് നാട്ടിലുള്ള റോഡുകളൊക്കെ നന്നാക്കേണ്ട പണി ബസ് ഉടമകളുടെയും തൊഴിലാളികളുടെയും ഒരു ആവശ്യമായി വന്നിരിക്കുകയാണ്. ഇതൊരിക്കലും വെച്ച് പൊറിപ്പിക്കാൻ പറ്റില്ല. കാലങ്ങളോളം ഇതേപോലെ ദുരന്തം അനുഭവിക്കുക. ഈ ബസ്സുകൾക്ക് വരുന്ന കേടുകൾ ഇതിൻ്റെ ഓണറും അതേമാതിരി തന്നെ വീട്ടിലേക്കൊരു തൊഴിലെടുക്കാൻ വേണ്ടി വരുന്ന രാവിലെ പുറപ്പെട്ട് കഴിഞ്ഞാൽ ദിവസം താന്നിട്ട് നിരന്തരം ഞങ്ങൾ ഈ ബസ് തൊഴിലാളികളും ഉടമകളും പ്രയാസത്തിലാണ്. അപ്പോൾ അതിനൊരു അറുതി വരുത്തണം. അപ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ള അധികാരികൾ, ഈ പഞ്ചായത്ത് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റൊക്കെ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധികളാണ്.
അവർ മുൻകൈ എടുത്തിട്ടാണ് ഈ റോഡുകൾ നന്നാക്കേണ്ടത്. അല്ലെങ്കിൽ അവരൊക്കെ യാത്ര ചെയ്യുന്ന റോഡുകളാണിത്. രണ്ട് സൈഡിലും ഏതെങ്കിലും ഒരു റോഡിൽ കണ്ടിട്ടുണ്ടോ 2 ഭാഗം ഒരേമാതിരി വെട്ടിപ്പൊളിച്ചിട്ട് പോവുക, ഒരു ഭാഗം നേച്ചിട്ടല്ലേ പോവുക. അപ്പോൾ ഇത് വെട്ടത്തുനിന്ന് മാത്രമല്ല, ഇപ്പോൾ തിരൂര് ആലത്തൂരിന്ന് കുറ്റിപ്പുറം ഭാഗത്തേക്കായാലും ആലത്തൂരിന്ന് പുല്ലുണി ഭാഗത്ത് ഇതൊക്കെ തന്നെയാണ് സ്ഥിതി. അപ്പോൾ അതുകൊണ്ട് ഈ ദുരിതം അവസാനിപ്പിക്കുന്നവരെ ഈ മേഖലയിലുള്ള ഇപ്പോൾ തൊഴിലാളികൾ പറഞ്ഞാൽ ഞങ്ങൾക്ക് തൊഴിലെടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് അധികാരികൾ എത്രയും പെട്ടെന്ന് ഇതിനൊരു ശാശ്വത പരിഹാരം കട്ടില്ലെങ്കിൽ ഞങ്ങൾ പരിഹാരത്തിൽ നിന്ന് അനിശ്ചിതമായി ഈ മേഖലയ്ക്കുള്ള ബസ് സർവീസ് നിർത്തിവെക്കണം അടക്കമുള്ള തീരുമാനങ്ങൾ എടുപ്പിക്കേണ്ടി വരും. അതിലേക്ക് എത്തിക്കാതെ പെട്ടെന്ന് ഇതിനൊരു പരിഹാരം കാണണം. ഈ ബസ്സുകൾക്ക് വരുന്ന നഷ്ടം ഞങ്ങൾ കോടതിയിൽ പോയിട്ട് PWD അധികാരികളിൽ നിന്ന് നഷ്ടപരിഹാരം വാങ്ങേണ്ട അടക്കമുള്ള നിയമ നടപടികളുമായി മുന്നോട്ട് പോകേണ്ട അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അപകടത്തെ തുടർന്ന് റൂട്ടിൽ ബസ് സർവീസ് നിലച്ചതോടെ യാത്രക്കാർ ദുരിതത്തിലായി. തിരൂരിൽ നിന്നുള്ള ബസ്സുകൾ പരിയാപുരം വെട്ടം റൂട്ടിൽ സർവീസ് അവസാനിപ്പിച്ചിരിക്കുകയാണ്. എഡിറ്റർ ലൈവ് വെട്ടം.